വാത്സല്യമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ വഴി ദൈവം നിങ്ങളെ തൊടട്ടെ. ദൈവത്തിൻ്റെ ശാലോമിലൂടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഏതാനും ദിവസങ്ങൾ ധ്യാനിക്കാൻ ദൈവം നമ്മളെ വിളിച്ചു. പരിശുദ്ധ അമ്മ എന്തൊരു വിസ്മയമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ എന്നാ പറയുക നിങ്ങളോട്, എൻ്റെ ജീവിതത്തിൽ ഇത്രശ്യമുള്ള ചെറിയ നന്മകളിലേക്ക് എന്നെ ഉയർത്തിയെടുത്തത് എൻ്റെ അമ്മയാണ്, മറിയമാണ്. പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ that I am sure ലോകത്തിലെ ഏറ്റവും ഇപ്പോഴും ഒരു പൂർണ്ണതയുടെ അടുത്തെത്തിയിട്ടില്ല ഏറ്റവും മോശപ്പെട്ട വ്യക്തി ഞാനായിരുന്നേനെ. അമ്മ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നും മറയ്ക്കാതെ നിന്നവളാണ്. കണ്ണുകളടയ്ക്കാം. ചമയങ്ങളില്ലാത്തൊരമ്മേ, നിൻ മുമ്പിൽ മറയില്ലാതാരു നിൽക്കും. ചമയങ്ങളില്ലാത്തൊരമ്മേ, നിൻ മുമ്പിൽ ഒരു മറയുമില്ലാതെ ആർക്ക് നിൽക്കാൻ പറ്റും? ചമയങ്ങളില്ലാത്തൊരമ്മേ, നിൻ മുൻപിൽ മറയില്ലാതാരു നിൽക്കും. ഒറ്റ നിമിഷം നമുക്ക് ഒരുമിച്ച് പാടാം. ഈ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് തുടക്കത്തിൽ ആദ്യ നിമിഷം തന്നെ അമ്മ വഴിയായി കർത്താവേ എൻ്റെ ഈ മുറിഞ്ഞ ജീവിതത്തെ തൊടണമേ. ഒരുമിച്ച്. ചമയങ്ങളില്ലാത്തൊരമ്മേ, നിൻ മുമ്പിൽ മറയില്ലാതാരു നിൽക്കും. മറിയമേ, നല്ല അമ്മേ, ഈശോയുടെ ശക്തി, മിശിഹായുടെ ശക്തി ഈ പാവപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് വാങ്ങിത്തരാൻ അമ്മ ഒരു പോരാളിയെ പോലെ മുമ്പിൽ നിൽക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാത്സല്യമുള്ള സഹോദരങ്ങളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവം അനുവദിച്ചതനുസരിച്ച് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഞാനൊരു 100-ലധികം വേദികളിൽ സംസാരിച്ചിട്ടുണ്ട്. ഒരു അഹങ്കാരം പറഞ്ഞതല്ല. എന്നാൽ ആ പറഞ്ഞ വർത്തമാനങ്ങൾ അതുപോലെ പറയാതെ ഈ സമയം ശാലോമിലൂടെ ദൈവമേ കുഞ്ഞു വർത്തമാനങ്ങളിലൂടെ ഈ ധ്യാനചിന്ത നൽകുന്ന നിസാരനായ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും തൊടണമേ എന്ന് എനിക്കിപ്പോഴുള്ള ആത്മാർത്ഥതയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വാത്സല്യമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ആദ്യത്തെ സൂചന തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ അതിശയങ്ങളിലേക്ക് നോക്കാൻ എന്നെ പഠിപ്പിച്ചു. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കന്യകയുടെ അടുത്തേക്ക് ദൂതൻ ദൈവത്താൽ അയക്കപ്പെട്ടു. മത്സരമുള്ളവരെ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ മനോഹരമായ ദിവസങ്ങളിൽ ആദ്യം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വചനമാണിത്. 6-ാം മാസം ഗലീലിയയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ 6-ാം മാസത്തിൽ ദൈവദൂതൻ ഗലീലിയയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. വലതുകരം ഉയർത്തി ആത്മാവിൽ സന്തോഷത്തോടെ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. വാത്സല്യമുള്ളവരെ, ഈ വചനവും മറിയാമും തമ്മിൽ എന്ത് ബന്ധം? അഥവാ ഈ വചനവും മറിയാമും നമ്മുടെ ജീവിതവും തമ്മിൽ എന്ത് ബന്ധം? വിശുദ്ധ രാജകീയ പുരോഹിത ജനമേ, ദൈവം നാടകവേദിയിൽ വന്ന്, ഡാൻസ് വേദിയിൽ വന്ന് പൂവെറിയുന്ന ഒരു നാടോടി നൃത്തക്കാരിയെ പോലെ കുറച്ച് പൂവെടുത്ത് എപ്പോഴോ എങ്ങനെയോ ആർക്കെങ്കിലും വേണ്ടി എറിഞ്ഞ് ജീവിതത്തിൽ ഇടപെടുന്നയാളല്ല. അവിടുന്ന് മറിയാമിനെ മുൻനിർത്തി സ്വർഗം നമ്മെ പഠിപ്പിക്കുക. എൻ്റെ കുഞ്ഞെ നീ ഇതെന്ന് മനസ്സിലാക്കും. നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കൃത്യതയുള്ള സമയത്ത് ഇടപെടും. 6-ാം മാസം അതിനൊരു സമയമുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാലമുണ്ട്. ഗലീലിയയിൽ പ്രിയപ്പെട്ടവരെ, എങ്ങും തൊടാതെ ആരും അറിയാത്ത ഗലീലി പോലുള്ള ഒരു വലിയ പ്രദേശത്ത് എവിടെയോ എങ്ങോ മറഞ്ഞു മാറി നിൽക്കുന്ന നിന്നെ
എങ്ങനെങ്കിലും ആകട്ടെ എന്ന് ഓർത്ത് തൊടുന്ന ഒരു ദൈവമല്ല. ഗലീലിയിൽ നസ്രത്ത് പട്ടണത്തിൽ നഗരത്തിൻ്റെ പാപവും നഗരത്തിൻ്റെ ഭാരവും നഗരത്തിൻ്റെ കുരുട്ടുബുദ്ധിയും നഗരത്തിൻ്റെ തിന്മയും എല്ലാം തൊട്ടിട്ടുണ്ടാകാൻ ഇടയുള്ള നിന്നെ കൃത്യമായി ദൈവം നമ്മെ തേടി വരികയാണ്. അത് കേവലം 6-ാം മാസത്തിൽ എവിടെങ്ങാനും നിൽക്കുന്ന നിന്നെയല്ല. നീ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിലാണെന്ന് ദൈവത്തിനറിയാം. ഹല്ലേലൂയ. വാത്സല്യമുള്ളവരെ, നിന്റെ കൃത്യത അറിഞ്ഞ് ദൈവം നിന്നെ തേടും എന്നത് ഈ കാലഘട്ടത്തിൽ എനിക്കൊരാശ്വാസമാണ്, എനിക്കൊരു വലിയ ആശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്ന ഈ വാക്ക് എനിക്ക് ആശ്വാസമാണ്. ദൈവം എവിടെയോ നിൽക്കുന്ന എനിക്ക് എന്തോ ഒരു കൃപ തരികയല്ല, എന്നെ തേടി എങ്ങനെയോ വന്ന് ദൈവമായതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണ്ടേ എന്നോർത്ത് ചെയ്യുകയല്ല. ദൈവം എന്നെ തന്നെ നോക്കുന്നു. 6-ാം മാസം ഗലീലിയയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്ത കന്യകയുടെ അടുത്തേക്ക്. നിന്റെ ബന്ധങ്ങൾ എന്താണ്? നീ പുരുഷനുമായി വിവാഹ നിശ്ചയത്തിലാണോ, മറ്റെന്തെങ്കിലും ബന്ധത്തിലാണോ, ഒരു മ്ലേച്ഛ ബന്ധത്തിലാണോ, ഒരു സുഹൃത്ത് ബന്ധത്തിലാണോ? എല്ലാം ദൈവം അറിഞ്ഞിട്ടാണ് ഇടപെടൽ. നിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു, മനസമ്മതം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു, ബന്ധത്തിൽ കുഞ്ഞുങ്ങൾ ഇല്ലാതായി പോയിട്ടുണ്ടോ? ദാവീദ് വംശത്തിൽ ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ എന്നിട്ടും കന്യകയായിരിക്കുന്ന, കണ്ടോ, വിവാഹ നിശ്ചയം കഴിഞ്ഞു, നിന്റെ ജീവിതത്തിൽ നീ യഥാർത്ഥത്തിൽ കന്യകയാണോ അല്ലയോ ഒക്കെ അറിഞ്ഞിട്ട് ദൂതൻ ദൈവം നിന്റെ അടുത്തേക്ക് വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാട് 33:17 ദൈവം പറയുന്നൊരു വാക്കില്ലേ? പുറപ്പാട് 33:17 ദൈവം പറയുന്നൊരു വാക്കില്ലേ? നീ ആവശ്യപ്പെട്ട ഈ കാര്യം നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് സാധിച്ചു തരും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. എനിക്ക് നിന്നെ അറിയാം. മറിയാമിനെ നോക്കി ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിൽ ദൈവം തൊടുന്ന ഇടപെടലിൻ്റെ ആദ്യ സന്ദേശം പറയുമ്പോൾ എന്നോട് ദൈവം പറയുക, കന്യകയായ മറിയത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ നോട്ടം അവളിൽ വച്ചിരിക്കുന്നത്. കുഞ്ഞെ, നീ അല്പം പോലും സംശയിക്കേണ്ട. ഒരു മറവുമില്ലാതെ ഒളിവുമില്ലാതെ നീ എന്താണോ നിനക്ക് പോലും അറിയാത്ത രീതിയിൽ നിന്നെ ദൈവം അറിയുന്നു എന്ന് മറിയാമിനെ മുൻനിർത്തി ദൈവം പഠിപ്പിക്കുക. നിന്റെ അഹങ്കാരം, നിന്റെ കോപം, നിന്റെ കുറവ്, സ്ഥാനമോഹം, ധനമോഹം, എത്ര ശ്രമിച്ചിട്ടും ജയിക്കാൻ പറ്റാത്ത പാപ തകർച്ചകൾ, തഴക്കങ്ങൾ, ഭയപ്പെടേണ്ട. 6-ാം മാസത്തിൽ ഗലീലിയയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കന്യകയായ മറിയത്തിൻ്റെ അടുത്തേക്ക് വന്ന ദൈവ സാന്നിധ്യം ഉറപ്പായിട്ടും മരണത്തിന് മുമ്പ് മരിക്കും മുമ്പ് നിന്റെ ജീവിതത്തെ തൊട്ടിരിക്കും. നീ ഇങ്ങനെ മരിക്കില്ലെന്ന് ഉറപ്പ് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൻ്റെ സകല കുരുക്കുകളുടെയും കെണികളുടെയും മുമ്പിൽ വെച്ച് ഈശോയുടെ നാമത്തിൽ പറയട്ടെ, നീ ഇങ്ങനെ മരിക്കില്ല. നീ ഇങ്ങനെ നിരാശപ്പെട്ട് ഈ ജീവിതത്തിൽ ഇപ്പോഴുള്ള സാച്ചുറേഷൻ, ഇപ്പോഴുള്ള നിരാശയും ഇപ്പോഴുള്ള ഭാരവും അല്ല നിന്റെ എൻഡ്. നിന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാത്സല്യമുള്ളവരെ, ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, മറിയാമിൻ്റെ സാഹചര്യവും നമ്മുടെ ജീവിത സാഹചര്യവും അവളുടെ ബന്ധങ്ങളും റിലേഷൻസും സാഹചര്യങ്ങളും, അവൾ എവിടെ, ഏത് നാട്ടിൽ, എങ്ങനെ, അവളെ മുഴുവൻ അറിഞ്ഞിടപെട്ട ഒരിടപെടൽ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ എനിക്കത് മതി. അമ്മ മറിയമേ, നിന്നെ കാണുമ്പോഴുള്ള എൻ്റെ സന്തോഷം ഇതാണ്. നിന്നെ ആളും പേരും നാളും വിവരവും അറിഞ്ഞ് സകലതും അറിഞ്ഞ് ദൈവം നിന്നെ തേടി വന്ന് എനിക്ക് ഈ ഇടപെടൽ വാങ്ങിത്തരണം. ഞാൻ നിന്നെ വണങ്ങുന്നതിൻ്റെ പിന്നിൽ എനിക്കുള്ള ഒരു വാശി ഇതാണ്. എനിക്ക് മറ്റൊന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഗലീലിയിൽ ഞാൻ നിൽക്കുന്ന നിൽപ്പുണ്ടല്ലോ, ഞാൻ എവിടെയാണ് എന്താണെന്ന് അറിയുന്ന ഒരൊറ്റ മനുഷ്യനില്ല. എനിക്കെല്ലാവരും ഉണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ ഞാൻ ഗലീലിയില്ല. എവിടെയോ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നറിയാം, പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ഗലീലിയിൽ
ഞാനിപ്പോൾ നസറത്തിലാണെന്നറിയുന്നത് ദൈവത്തിനാണ്. ഞാനിപ്പോൾ ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന്, ഞാനിന്ന് കന്യാത്വം കളഞ്ഞിട്ടില്ലെന്നും നിനക്ക് മാത്രമേ അറിയുള്ളൂ. എൻ്റെ ഏറ്റവും അടുത്ത ബന്ധങ്ങളും ഗലീലയിൽ എവിടെയോ ഞാനുണ്ടെന്നറിയാം. എന്നെ അറിയില്ല അവർക്ക്. എൻ്റെ കൂടെ സഞ്ചരിക്കുന്നവർക്ക്, തോളത്ത് കൈയിടുന്നവർക്ക്, എൻ്റെ കൂടെ കരയുന്നവർക്ക്, എൻ്റെ സന്ദേശങ്ങൾ ഫോണിൽ വായിക്കുന്നവർക്ക് അറിയില്ല ഞാൻ എവിടെയോ ഗലീലയിൽ ഒരു കടലിൽ പന്ത് പോലെ ഒഴുകുന്നുവെന്നല്ലാണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ അറിയില്ല. അമ്മ മറിയമേ, നിന്നെ കാണുമ്പോഴുള്ള സന്തോഷം അതാണ്. നിൻ്റെ ബന്ധവും ജീവിതവും ഭാരവും തകർച്ചയും പ്രതീക്ഷയും നന്മയും വിശുദ്ധിയും ഭാഗ്യവും പെടപ്പുമെല്ലാം അറിഞ്ഞ് നിന്നിലേക്ക് എഴുന്നള്ളി വന്ന ദൈവ സാന്നിധ്യം എന്നിലേക്ക് എഴുന്നള്ളി വന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നരകിച്ചു മരിക്കും. പക്ഷേ എനിക്ക് പ്രതീക്ഷയുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ പട്ടണത്തിലേക്ക്, നഗരത്തിലേക്ക്, ബന്ധങ്ങളിലേക്ക്, ഞാനിപ്പോൾ ആയിരിക്കുന്ന ഭാരങ്ങളിലേക്ക്, പുറപ്പാട് 33:17, ഞാൻ നിന്നെ മുഴുവനും അറിയുന്നു, അറിഞ്ഞിട്ടാണ് ഈ ഇടപെടൽ. ഈ ഇടപെടൽ നമുക്കും കിട്ടുമെന്നതിൻ്റെ ഉറപ്പാണ് അമ്മ കന്യാമറിയത്തെ തേടിയുള്ള ദൂതൻ്റെ വരവ്. വത്സലമുള്ളവരെ, പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള രണ്ടാമത്തെ പാഠം എനിക്ക് ജീവിതത്തിൽ കൊതി തന്ന പാഠമാണ്. ദൈവദൂതൻ സന്തോഷത്തോടെ, പ്രകാശത്തോടെ, മഹിമയോടുകൂടെ മറിയത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. മറിയത്തോട് പറയുന്നു, മറിയമേ, കന്യക പെണ്ണേ, ലോകത്തിൽ ആർക്കും കിട്ടാത്ത ഭാഗ്യമാണേ. ലോകത്തിൽ ആർക്കും കിട്ടാത്ത ഭാഗ്യം, നീ രക്ഷകനെ പ്രസവിക്കുന്ന അമ്മയാകും. എൻ്റെ വാത്സല്യമുള്ളവർ, എൻ്റെ കണ്ണ് ചെന്ന് വീഴുന്നത് ഈ മംഗലവാർത്തയുടെ മധുരമുഖത്തിലേക്കല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എൻ്റെ കൂടെ വരുമെന്ന് കരുതുക. മംഗലവാർത്തയുടെ മധുരമുഖത്തിലേക്കല്ല. മറിയം, മുട്ടുകുത്തി നിൽക്കുന്ന മറിയം, പ്രകാശത്തിൽ നിൽക്കുന്ന ദൂതൻ, എൻ്റെ കണ്ണ് ചെന്ന് വീഴുന്നത് അവിടെ ഒന്നുമല്ല. പകരം മറിയാമിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഉറപ്പാ. ദൈവദൂതൻ വന്ന് ലോകത്തിൽ ആരും കേൾക്കാൻ കൊതിക്കുന്ന വാർത്തയും മംഗലവാർത്തയും സന്തോഷത്തിൻ്റെ വർത്തമാനവും പറയുമ്പം മറിയാമിന് പറയാനുള്ളത്, അവൾ ഭയപ്പെട്ടു പോയി. ആ ഭയം അത് കണക്കിന് അവതരിപ്പിച്ചു ദൈവത്തിൻ്റെ മുമ്പിൽ. മറിയാമിൻ്റെ ഈ ചമയങ്ങളില്ലാത്ത ഭാവം, പരിശുദ്ധ അമ്മയുടെ ഈ ചമയങ്ങളില്ലാത്ത ഈ ഭാവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എന്ന് ചെല്ലും? ബൈബിൾ കൃത്യമായി ലൂക്കാസ് വിശേഷകൻ ചിത്രകാരനെ പോലെ വരച്ചു വെക്കുക. അവൾ ഭയപ്പെട്ടു. എന്നിട്ട് എന്നടുത്ത് അവൾ ആ ഭയം മറച്ചോ? അവൾ ദൈവദൂതനോട് തന്നെ ചോദിച്ചു, ദൈവദൂത, കേൾക്കാൻ ഇമ്പകരമാണ്, കാര്യം മനോഹരമാണ്, പക്ഷേ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ ഭയപ്പെട്ടിരിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ഉള്ളിലെ പെടപ്പും ഭാരവും അസ്വസ്ഥതയും മറിയാം ദൈവത്തോട് പങ്കുവയ്ക്കുക. ഇതുകൊണ്ട് ഹന്നാ പ്രവാചകയെക്കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, അവളോട് വന്ന് ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? എൽക്കാനയും ഹന്നയും. ഹന്ന ദൈവസന്നിധിയിൽ നിന്ന് കുറുകി പറഞ്ഞു, ഉള്ളതൊക്കെ പറഞ്ഞു. പുരോഹിതൻ വന്ന് ചോദിച്ചു, നിനക്ക് നീ ലഹരി പിടിച്ചോ? നീ ലഹരി കുടിച്ചോ? നീ വീഞ്ഞു കുടിച്ചോ? നീ ഇങ്ങനെ പുലമ്പുന്നത്? അപ്പം അവൾ മറുപടി പറഞ്ഞു, എൻ്റെ ഹൃദയം നീറുമ്പോൾ എൻ്റെ സങ്കടങ്ങളും ഭാരങ്ങളും ഞാൻ ദൈവത്തോടല്ലാതെ ആരോടാ പറയുക? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പരാജയം മറിയാമിൽ തിരിച്ചറിയണം. നാം മനുഷ്യൻ്റെ മുമ്പ് കരഞ്ഞിട്ടില്ലേ? ഉണ്ട്. മനുഷ്യൻ്റെ മുമ്പ് പഴി പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാതികളിൽ ഒന്നെന്താ? എന്നെ കേൾക്കാൻ എൻ്റെ ഭർത്താവില്ല, എൻ്റെ ഭാര്യയില്ല, എന്നെ കേൾക്കുന്ന ഒരു ആത്മസ്നേഹിതനില്ല. ശരിയല്ലേ? ശരിയാ, അതൊക്കെ വേണം താനും കേട്ടോ. പക്ഷേ മറിയാമിന് പറയാനുള്ളത് മുഴുവൻ ദൈവത്തോടാ പറയുന്നത്. എൻ്റെ ഹൃദയം നീറുമ്പോൾ എൻ്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ എൻ്റെ കർത്താവിനെ അറിയിക്കും. പച്ച മനുഷ്യനോട് പരാതി പറയുന്നത് പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ ഹൃദയം ചമയങ്ങളില്ലാതെ തുറന്നു എന്നുള്ളതാണ് മറിയാമിൽ നിന്ന് ഞാൻ പഠിച്ച ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. മനുഷ്യൻ്റെ മുമ്പിൽ ഹൃദയം തുറന്ന് വെക്കുമ്പോൾ എന്തൊക്കെയോ കിട്ടുമെന്നാണ് നമ്മുടെ വിചാരം. തെറ്റൊന്നുമല്ല, അത് ദൈവം അനുവദിച്ചിരിക്കുന്ന, അത് പാപമൊന്നുമല്ല. യു ഡു ഇറ്റ്. പക്ഷേ 100 മനുഷ്യർ മനസ്സിലാക്കിയാലും പ്രിയപ്പെട്ടവരെ, 101-ാമതൊരാൾ തെറ്റിദ്ധരിച്ചാൽ പോയില്ലേ? നമ്മളെ മനസ്സിലാക്കുന്ന വലിയൊരു ജനതയുണ്ട്. അവർക്ക് നമ്മളെ പച്ചയായി അറിയാം. പക്ഷേ 16-ാമതൊരുവൻ, 101-ാമതൊരുവൻ, ഒരു പുതിയ ഒരു കൂട്ടം സുഹൃത്തുക്കൾ നമ്മളെ അറിയാതെ പോയാൽ പോയില്ലേ? അപ്പം മനുഷ്യരുടെ മുമ്പിൽ ഹൃദയം തുറക്കപ്പെട്ട് മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മറിയാം ദൈവത്തോട് പറഞ്ഞു, ദൂത,
ഈ ദൂത് തന്ന നിന്നോട് തന്നെയാണ് എൻ്റെ ചോദ്യം. ഇതെങ്ങനെ സംഭവിക്കും? ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോസിബിൾ. എനിക്ക് ഭയം വരുന്നു, ഭയപ്പെട്ടു എന്ന് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുക. ആ എഴുതി വെച്ചത് എഴുതാനുള്ള കാരണം ആ ഭയം അവരുടെ ശരീരത്തെ പോലും ഉലയ്ക്കുന്ന ഭയമായി വന്നതുകൊണ്ടാണ് ലൂക്ക എഴുതി വെച്ചിരിക്കുന്നത് ഭയപ്പെട്ടു എന്ന്. ആ ഭയം വ്യക്തിജീവിതത്തെ പേഴ്സണാലിറ്റിയെ പോലും കൊടുക്കാൻ തുടങ്ങി, ഇളക്കാൻ തുടങ്ങി. അവൾ ആ ഭയത്തിൽ നിന്ന് മാറാൻ മറകെട്ടിയില്ല, ചമഞ്ഞില്ല, മേയ്ക്കപ്പെട്ടില്ല, ഒന്നും മറച്ചില്ല. മുഖപടമില്ലാത്ത മറിയമേ, അമ്മേ, നീ എൻ്റെ അഭിമാനമാണ്. ദൈവത്തോട് പരാതി പറയാനും ദേഷ്യപ്പെടാനും എൻ്റെ വേദന പറയാനും എന്ത് നീ ഇടപെടുന്നില്ല എന്ന് സങ്കീർത്തകനെ പോലെ ചോദിക്കാനും എനിക്കിന്ന് കഴിയുന്നത് അമ്മ മറിയമേ നിൻ്റെ ചമയങ്ങളില്ലാത്ത സ്നേഹത്തെ പ്രതിയാണ്. വാത്സല്യമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ കന്യാമറിയം നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം ഇതാണ്. മലർക്ക ഹൃദയം ദൈവസന്നിധിയിൽ മറ്റാരുടെയും മുമ്പിൽ എന്നതിനേക്കാൾ എന്നവണ്ണം ഹൃദയം പച്ചയായി തുറക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഒരു വീമ്പടിക്കുന്നതായിട്ടെടുക്കല്ലേ, നിങ്ങളിൽ ഒരാളെങ്കിൽ നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനോട് പരാതിയും വിഷമവും പടച്ചിലും, എനിക്കത് വിഷമമായി പോയി, എനിക്ക് ദുഃഖമായി, ഇതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു, ഇങ്ങനെയുള്ള എത്രയോ സംസാരം, എത്ര മണിക്കൂർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഹൃദയം അപ്പടിയെടുത്ത് ഞാൻ വീണ്ടും ചോദിക്കുക, കർത്താവ് ഞാൻ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഇങ്ങനെയൊന്നുമല്ല. സർവശക്തനായ ദൈവമേ എന്നിൽ ഇടപെടണമേ, നിൻ്റെ മഹത്വത്തെ ഞാൻ ആരാധിക്കുന്നു, ഇതൊന്നുമല്ല. കർത്താവേ ഇന്നെനിക്ക് മടുപ്പാണ്, എനിക്ക് നീ പറയുന്ന വാഗ്ദാനങ്ങളൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. കർത്താവ് ഇന്ന് എനിക്ക് ഒത്തിരി പ്രലോഭനമുണ്ട്, ഞാൻ എന്നാ ചെയ്യുന്നത്? ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാതിരുന്നിട്ട് എൻ്റെ കണ്ണിലും കാതിലും ചിന്തയിലും എല്ലാം പ്രലോഭനങ്ങൾ വരുന്നു. കർത്താവ് ഞാൻ ഇന്ന് ബൈബിൾ തുറന്നു വെച്ചതേ ഉള്ളൂ, ഒരക്ഷരം വായിക്കാൻ പറ്റുന്നില്ല. എന്തൊരു മടുപ്പായത് ദൈവമേ, എന്തൊരു ഭീകരമാണ്. എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ശൂന്യത. എല്ലാവരും ചിരിക്കുന്നു, കളിക്കുന്നു. എൻ്റെ ബർത്ത്ഡേ ആണിന്ന്. എൻ്റെ ചങ്കിനകത്ത് ഈ നീറ്റൽ ഞാൻ ആരോട് പോയി പറയും? ഇങ്ങനെ ദൈവസന്നിധിയിൽ പറഞ്ഞിട്ടുണ്ടോ? മറിയം ഭയപ്പെട്ടു. അവൾ ആ ഭയപ്പാടും പടപ്പും ദൈവസന്നിധിയിൽ വെച്ചു. എത്ര മനോഹരമാണ്. ചമയങ്ങളില്ലാത്തൊരമ്മേ നിൻ മുമ്പിൽ മറയില്ലാതാരു നിൽക്കും എന്ന് നമ്മൾ തുടക്കത്തിൽ പാടിയത് അതുകൊണ്ടാണ്. മറിയമേ നിൻ്റെ മുമ്പിലാണെങ്കിൽ ആർക്ക് മറയ്ക്കാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ഒരു കുഞ്ഞു ഭാഗ്യമാണ്. കുറച്ചൊക്കെ ഒരു 25% ഉള്ളതുപോലെ ദൈവസന്നിധിയിലായിരിക്കാൻ കഴിഞ്ഞു. ഇന്ന് വരെ ഇങ്ങനെ പോകുന്നു. ബാക്കി എൻ്റെ ദൈവം തീരുമാനിക്കും. ചമയങ്ങളില്ലാത്തൊരമ്മേ നിൻ മുമ്പിൽ മറയില്ലാതാര് നിൽക്കും എന്ന് നിന്നിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചേ, ചമയങ്ങളില്ലാത്തൊരമ്മേ നിൻ മുമ്പിൽ മറയില്ലാതാരു നിൽക്കും. മറയില്ലാതെ നിൽക്കാൻ ജെറമിയായുടെ പുസ്തകത്തിലെ പോലെ, ജെറമിയായുടെ പുസ്തകം 17-ാം അധ്യായം 9-ാം വാക്യം കണ്ടില്ലേ? മനുഷ്യ ഹൃദയം മറ്റെന്തിനേക്കാളും ദുഷിച്ചതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതാണ്. മനുഷ്യ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കെന്നുള്ള വാക്കുണ്ടല്ലോ, അതിനെ ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? ആർക്ക്? ഹൂ എൽസ്? ഭൂമിയിൽ ദൈവത്തിനല്ലാതെ ആർക്ക്? അപ്പനോ അമ്മയ്ക്കോ ദർശനക്കാരനോ പ്രസംഗകനോ പ്രഭാഷകനോ വികാരിയച്ഛനോ സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്കോ കൂട്ടത്തിൽ ജീവിതം പങ്കുവയ്ക്കുന്ന പങ്കാളിക്കോ മറയില്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ആർക്കറിയാം? അമ്മ മറിയം നമുക്ക് നൽകുന്ന അത്ഭുതകരമായൊരു അഭിഷേകമാണ്. ദൈവസന്നിധിയിൽ എന്നെ പുറം തോട് തൊലിച്ചു കളഞ്ഞ ഒരു ഓറഞ്ച് പോലെ എൻ്റെ കുറവെല്ലാം അമ്മേ നീ സ്വർഗത്തോട് പറയണം. ആ ഒരു പവർ എനിക്ക് തരണം. ഞാൻ വാക്കുകൊണ്ട് ആരാധിക്കുന്നവനാകരുത്. സമസ്തവും സൃഷ്ടിച്ച കർത്താവേ, നിൻ്റെ മുമ്പിൽ സർവാധികാരിയായ ദൈവമേ, ഒരു കുഞ്ഞു തിരുവോസ്തിയിൽ ഒതുങ്ങി എന്നെ നോക്കുന്ന കർത്താവേ, ഇതൊന്നും തെറ്റല്ല. ചങ്കിൻ്റെ നീറ്റലുകൾ തോരണം പോലെ ദൈവസന്നിധിയിൽ എറിയാൻ. വാത്സല്യമുള്ള സഹോദരങ്ങളെ, യോഹന്നാനെ കൊണ്ട് ഞാൻ പഠിച്ച സന്തോഷവും ഇതാണ്.
യോഹന്നാനിൽ നിന്ന് പഠിച്ച പാഠം, ലൂക്കായിൽ നിന്ന് ഞാൻ യോഹന്നാനിലേക്ക് ഒരു നിമിഷത്തേക്ക് ചാടുകയാണ്. ഈ മെഴുകുപോലത്തെ ശരീരമുള്ള യോഹന്നാൻ, സുന്ദരനായ യോഹന്നാൻ, അരുമശിഷ്യനായ യോഹന്നാൻ, ക്രിസ്തുവിൻ്റെ ചങ്കിൻ്റെ സ്പന്ദനമറിഞ്ഞ യോഹന്നാൻ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വായിക്കാത്ത ഭാഗമൊന്നും അല്ലെങ്കിലും നിങ്ങളൊന്ന് ഓർത്തേ. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ലെന്ന് പറഞ്ഞ പത്രോസ് അവിടെ ഇല്ല. നിങ്ങളൊക്കെ ഭയപ്പെട്ടു പോയോ, നമുക്കും അവൻ്റെ കൂടെ പോയി മരിക്കാമെന്നേ എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ദിദിമോസ് തോമാസ്ലീഹ അവിടെ ഇല്ല. ആദ്യ രക്തസാക്ഷിയാകാൻ പിന്നീട് ഭാഗ്യം കിട്ടിയ യാക്കോബ് അവിടെ ഇല്ല. പ്രിയപ്പെട്ടവരെ, അവരൊക്കെ ആരാ? ശ്രേഷ്ഠരാ. യോഹന്നാനേക്കാൾ ഒരു വിധത്തിൽ പ്രായവും പക്വതയും ഒക്കെ ഉണ്ട്. ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. വിവാഹ ജീവിതത്തിലൂടെ കടന്നു വന്ന് പക്വതയും പാകതയും ഒക്കെ ഉണ്ട്. പ്രായത്തിൻ്റെ നേർമയുണ്ട്, ജ്ഞാനമുണ്ട്. ഇവരാരും കുരിശിൻ്റെ ചുവട്ടിലില്ല. പച്ചയായ ഒരു ചെറുപ്പക്കാരനാണ്. പ്രിയപ്പെട്ടവർ, പറയുമ്പം പാപിയായ എൻ്റെ അടിയൻ്റെ ശരീരം കുളിര് കോരുന്നുണ്ട്. കുരിശിൻ്റെ മുമ്പിൽ ഈ നഷ്ടക്കച്ചവടത്തിൻ്റെ മുമ്പിൽ യോഹന്നാൻ മാത്രമേ ഉള്ളൂ. അവൻ പച്ചയായി ജീവിതം കുരിശിൻ്റെ കോർട്ടിലേക്ക് ഉരുട്ടിക്കൊടുത്തു. എല്ലാം അറിഞ്ഞവൻ മണ്ടനായി പൊട്ടനായി നിന്ന് കൊടുത്തു. ദൈവം പറഞ്ഞു, ഇവന് സമ്മാനം കൊടുക്കണം. അവന് കൊടുത്ത സമ്മാനമാണ് മറിയം. കണ്ണുകൾ അടയ്ക്കാൻ പ്രിയപ്പെട്ടവരെ, ഇന്ന് കേട്ട പാഠങ്ങൾ വെച്ച് യോഹന്നാനെ പോലെ സമർപ്പിക്കാൻ ആഗ്രഹിച്ച് നമുക്ക് ആരാധിക്കാം. ചമയങ്ങളില്ലാത്തൊരമ്മേ, നിൻ മുമ്പിൽ ആരാധിക്കാൻ, നിന്നോടൊപ്പം ആരാധിക്കാൻ വരുന്നു. നമുക്ക് ആരാധനയ്ക്കായി ഒരുങ്ങാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മിശിഹ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ. വാത്സല്യമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ധ്യാനത്തിൻ്റെ ഒന്നാം ദിവസം നമ്മുടെ ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. ആരാധിച്ചിടുവാനായി അങ്ങേ സന്നിധിയിൽ അമ്മ മറിയത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു. നൊമ്പരമുണ്ട് കർത്താവേ, വേദനയുണ്ട് കർത്താവേ, തകർച്ചയുണ്ട് കർത്താവേ, നിരാശ ഞങ്ങളെ നീരാളിയെപ്പോലെ ചുറ്റുന്നുണ്ട്. എങ്കിലും ഞങ്ങൾ ആരാധിക്കുന്നു. എലിയ കണ്ട മഹത്വത്തിൻ്റെ കനിവേ, കനലേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു.
നെഞ്ചിൽ വെച്ച് നമുക്ക് ഒരുമിച്ച് കേട്ട് ആരാധിക്കാം. നമ്മുടെ ദൈവത്തെ നമുക്ക് പരമമായി ആരാധിക്കാം. ആരാധിച്ചിടുവാനായി അങ്ങേ സന്നിധി തന്നിൽ ചേരുന്നു, പാടുന്നു, നാമം വാഴ്ത്തുന്നു. ആരാധിച്ചിടുവാനായി അങ്ങേ സന്നിധി തന്നിൽ ചേരുന്നു, പാടുന്നു, നാമം വാഴ്ത്തുന്നു. മാലാഖമാരോട് ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. ഒരുമിച്ച് പാടാൻ പ്രിയപ്പെട്ടവരെ. മാലാഖമാരോട് ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. ഒരിക്കൽ കൂടി പാടാം. മാലാഖമാരോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. എലിയ കണ്ട കനലേ, യെശയ്യ കണ്ട കനലേ, എലിയ നേടിയ അഭിഷേകത്തിന്റെ കനിവേ, ഞങ്ങൾ നിന്നെ നോക്കി ആരാധിക്കുന്നു. അമ്മ മറിയം പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ കണ്ണിമയ്ക്കാതെ നോക്കിയതുപോലെ കാലിത്തൊഴുത്തിലെ ഉണ്ണിയെ കണ്ട് അമ്മ മറിയം ആദ്യ ആരാധന നൽകിയതുപോലെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹൃദയത്തിന്റെ ഏക ആശ്വാസമേ, പാപിയായ എൻ്റെ ശരീരത്തെ ചേർത്ത് വെച്ച് ആരാധിക്കുന്നു. യേശയ്യ കണ്ട കനലേ, ഏലിയ നേടിയ കനിവേ, യേശയ്യ കണ്ട കനലേ, ഏലിയ നേടിയ കനിവേ, മണ്ണിലും വിണ്ണിലും നിന്നെ വാഴ്ത്തുന്നു. ഒരുമിച്ച് പാടി ആരാധിക്കാം. മണ്ണിലും വിണ്ണിലും നിന്നെ വാഴ്ത്തുന്നു. മാലാഖമാരോട് ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. മാലാഖമാരോട് ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു, നാമം വാഴ്ത്തുന്നു. എല്ലാവരും ചേർന്ന് നാമം വാഴ്ത്തുന്നു. നാമം വാഴ്ത്തുന്നു, നാമം വാഴ്ത്തുന്നു. മറിയത്തിന്റെ പൂങ്കനിയാണ്, ഉദരഫലമാണ് നമ്മുടെ കർത്താവ്. അമ്മ മറിയത്തോളം ഈ പൂങ്കനിയെ കണ്ട് ആരാധിച്ചവർ വേറെ ആരുമില്ല. ഏറ്റവും വലിയ ഭാഗ്യം അമ്മയോടൊപ്പം മുട്ടുകുത്തി അവിടുത്തെ ആരാധിക്കുന്നതാണ്. നമുക്ക് വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ ഉന്നതന്റെ കരം കുറുകിയിട്ടില്ല എന്ന് ബൈബിളിന്റെ സാരസത്യമാണ്. ഊതിയാ പറക്കുന്ന അപ്പമാണ്. ഒരു വെള്ളം കാണിച്ചത് നനഞ്ഞു പോകും, ഉറുമ്പിന് പോലും അരിക്കാൻ പറ്റും. പക്ഷേ ലോകത്തിൻ്റെ പരമശക്തിയായ ഈ കർത്താവ് മറിയത്തിൻ്റെ ഉദരഫലമാണ്. വലതുകരം ഉയർത്തി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞാനും എൻ്റെ കുടുംബവും ഇതാ എൻ്റെ കൂടെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും നിന്നെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ കുറവിൻ്റെ ഇടയ്ക്ക് അമർന്നു പോയവനാണ് ഞാൻ. കർത്താവേ, എൻ്റെ കുറവുകളുടെ ഇടയ്ക്ക് അമർന്നു പോയവനാണ് ഞാൻ. എൻ്റെ കുറവുകൾ കണ്ട് കണ്ട് മടുത്തു. ആൾക്കാർ ഒരുപാട് പറയും, നിനക്ക് ആ കുറവുണ്ട്, നിനക്ക് ഈ കുറവുണ്ട്, നിനക്ക് ആ പിഴവുണ്ട്, നീ ഇങ്ങനെ തെറ്റിപ്പോയി, നിനക്ക് അങ്ങനെ തെറ്റിപ്പോയി. ദൈവമേ, എല്ലാവരുടെയും നടുവിലിരുന്ന് ഞാൻ ചങ്ക് തകർന്നു പോകുന്നു. എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. അമ്മ മറിയമേ, എനിക്ക് നിന്നോടും നിന്റെ കർത്താവിനോടുമല്ലാതെ, അഥവാ അമ്മ മറിയമേ, നീ വഴി എൻ്റെ കർത്താവിനോടല്ലാതെ ഇതൊന്നും എനിക്ക് പറയാനാവില്ല. അങ്ങയുടെ മുഖം നോക്കി എൻ്റെ കുറവുകളെ സമർപ്പിക്കുന്നു. പൗലോസിനോട് അങ്ങ് പറഞ്ഞില്ലേ, നിനക്ക് എൻ്റെ കൃപ മതി,
നിനക്കെൻ്റെ കൃപ മതി എന്ന് പറഞ്ഞ അതേ കൈ കർത്താവേ തിരുവോസ്തിയിൽ എന്നെ നീട്ടണമേ. എൻ്റെ കുറവുകളുമായി ഞാൻ മല്ലടിക്കുകയാണ്. കൃപ നിറഞ്ഞ മറിയത്തോടെന്ന വണ്ണം കർത്താവേ നീ എന്നിൽ കൃപ നിറച്ചു തരണമേ. വീണും കരഞ്ഞും മുട്ടുപൊട്ടിയും തകർന്നും ഒറ്റപ്പെട്ടും നിരാശപ്പെട്ടും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ ഇത്രയിടം വരെ എത്തി. ഞാൻ ആരോടിതെല്ലാം പറയും? പാനപാത്രം ഇതാരൊപ്പം കുടിക്കും? പാവന സ്നേഹമേ, മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ലാരെയും ഒപ്പം. ഈ ആരാധന മാത്രം ആശ്വാസം. ഞാൻ ആരോടിതെല്ലാം പറയും? പ്രിയപ്പെട്ടവരെ, വലതുകര നെഞ്ചിൽ വെച്ച് നമുക്ക് സ്വയം പാടി ആരാധിക്കാം. കർത്താവേ, ഒരു മനുഷ്യനോട് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും എൻ്റെ കുറവേ കാണുന്നുള്ളൂ, എൻ്റെ പിഴവേ കാണുന്നു. കർത്താവേ, നീ മാത്രമേ മറിയത്തിൽ നിന്റെ അമ്മയിൽ എന്ന വണ്ണം അഭിഷേകത്തിൻ്റെ നിറവ് കൃപ തരണമേ. ഞാൻ ആരോടിതെല്ലാം പറയും? ഒരുമിച്ച് പാടി ആരാധിക്കാം. ദൈവമേ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ഉരുകുന്ന ഈ പുകച്ചുരുള് പോലെ പുകയിത്തിരുന്ന ഈ മൺകുടത്തെ തൃക്കൺ പാർക്കണമേ. ഇതൊരു കർമ്മമായി പോകല്ലേ കർത്താവേ, ആരാധന വെറുതെയായി പോകല്ലേ എന്ന് അടിയൻ അങ്ങയുടെ മുമ്പിൽ കരഞ്ഞപേക്ഷിക്കുന്നു. ഞാൻ ആരോടിതെല്ലാം പറയും? പാനപാത്രം ഇതാരൊപ്പം കുടിക്കും? പാവന സ്നേഹമേ, മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ലാരെയും ഒപ്പം. ഈ ആരാധന മാത്രം ആശ്വാസം. ഞാൻ ആരോടിതെല്ലാം പറയും? പാനപാത്രം ഇതാരൊപ്പം കുടിക്കും? പാവന സ്നേഹമേ, മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ലാരെയും ഒപ്പം. ഈ ആരാധന മാത്രം ആശ്വാസം. ആരാധന ആരാധന കുറവുകളെ നിറവാക്കുന്നോന്. ആരാധന ആരാധന കുറവുകളെ നിറവാക്കുന്നോന്. പഠിക്കുകയും ആരാധന ആരാധന കുറവുകളെ നിറവാക്കുന്നോന്. മറിയത്തിന്റെ മകന് ആരാധന ആരാധന. മറിയത്തിന്റെ മകന് പാടാം. ആരാധന ആരാധന മറിയത്തിന്റെ മകന്. കരമുയർത്തിപ്പിടിച്ച് മറിയത്തിന്റെ മകനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. വാത്സല്യമുള്ളവരെ, അമ്മ മറിയത്തിന്റെ ഉദരഫലത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അമ്മ മറിയത്തിലൂടെ ദൈവമിട്ട സ്വർഗത്തിന്റെ പൂങ്കനിയെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇവനിൽ സൗഖ്യമുണ്ട്, ഇവനിൽ ശക്തിയുണ്ട്, ഇവനിൽ മഹത്വമുണ്ട്. ഇവൻ ഏകജാതനാണ്, ഇവൻ ഏകരക്ഷകനാണ്. ആകാശത്തിന്റെയും ഭൂമിയുടെയും മധ്യത്തിൽ മനുഷ്യർക്ക് രക്ഷ നൽകാൻ യേശുവെന്ന നാമമല്ലാതെ മറ്റൊന്ന് നൽകപ്പെട്ടിട്ടില്ല എന്ന് പ്രഖ്യാപിച്ച ആ രക്ഷക നാമം ഇതാ ഇവിടെ ഇവിടെ ഇവിടെ. ആരെക്കുറിച്ച് പ്രഖ്യാപിക്കപ്പെട്ടോ അവനിതാ ഇവിടെ. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ മുറിപ്പെട്ട കരങ്ങളിൽ കർത്താവിന്റെ കൈവന്ന് തട്ടും മുട്ടും, അങ്ങനെ സൗഖ്യം നമുക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെയും അരികൻ ആരാധന വെറുതെയായി പോവില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ നന്ദി. ആരാധന 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 ആരാധന. കർത്താവേ, നിന്റെ അമ്മയോട് ചേർന്ന് വേണം ഞങ്ങൾ പറയുന്നു.
അപ്പനും അമ്മയും വീടും ധനങ്ങളും സ്വത്തും സുഖങ്ങളും എനിക്ക് നീയാണ്. ഇത് പാടാൻ എനിക്ക് എളുപ്പമാണ്, ഒരിക്കലെങ്കിലും അത് ഹൃദയത്തിൽ നിന്ന് ആരാധിക്കാൻ എനിക്ക് പാടാണ്. ഞാനും ഈ പ്രിയപ്പെട്ടവരും ചേർന്ന് മനസ്സുകൊണ്ട് പറയാൻ ശ്രമിക്കുന്നു, അപ്പനും അമ്മയും വീടും ധനങ്ങളും സ്വത്തും സുഖങ്ങളും കർത്താവേ നീയാണ് എന്ന് പറയുന്ന ഒരു അഭിഷേകം എൻ്റെ മരണത്തിന് മുമ്പ് എനിക്ക് തന്നെ. മറിയാമേ, എൻ്റെ അമ്മ, എൻ്റെ മറിയമേ, ദൈവാംബികയായ കന്യമറിയമേ, പരിശുദ്ധ അമ്മേ, അമ്മ എനിക്ക് ഈ അഭിഷേകം വാങ്ങിത്തരണം. അപ്പനും അമ്മയും വീടും ധനങ്ങളും സ്വത്തും സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. അപ്പനും അമ്മയും വീടും ധനങ്ങളും സ്വത്തും സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൻ ഉല്ലാസമേ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൻ ഉല്ലാസമേ. പിതാവില്ലാത്തോർക്ക് നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കും എല്ലാമൻ കർത്താവത്രേ. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കും എല്ലാമൻ കർത്താവത്രേ. പാടാം. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും നീയാണ്. നമുക്ക് പാടാം. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കും എല്ലാമൻ കർത്താവത്രേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ പോറ്റിയിടുന്നു. കർത്താവേ, എൻ്റെ രക്ഷകൻ, എൻ്റെ കുറവുകളിൽ കഴുകനെ പോലെ വട്ടമിട്ട് പറക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ ഞാനൊരു കുരുകിൽ പക്ഷിയെ പോലെ പേടിച്ച് വിറച്ച് മാറി നിൽക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതം എത്ര നീളുമെന്ന് പോലും എനിക്കറിയില്ല. ഈ മാറാരോഗം, ഈ മഹാരോഗം എന്നെ കൊണ്ടുപോകും. ഞാനാകെ നിരാശനാണ് കർത്താവേ. എങ്കിലും കർത്താവേ, മറിയത്തിൻ്റെ കണ്ണുകളിലൂടെ ഞാൻ നിന്നെ നോക്കുന്നു. അവളുടെ ഏക പ്രതീക്ഷ അവളുടെ മകനായിരുന്നല്ലോ. കർത്താവേ, അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. അപ്പാ പിതാവേ, 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 പിതാവേ. പിതാവേ. നമുക്ക് ആവർത്തിക്കാം. കരഞ്ഞു കരഞ്ഞെൻ്റെ കണ്ണുകൾ മങ്ങി, കരഞ്ഞു കരഞ്ഞെൻ്റെ കണ്ണുകൾ മങ്ങി. ശവക്കുഴിയുടെ കുരുക്കുകൾ എന്നെ ചുറ്റിയിരിക്കുന്നു. ശവക്കുഴിയുടെ ചുറ്റുകൾ എന്നെ ചുറ്റിയിരിക്കുന്നു. കരഞ്ഞു കരഞ്ഞെൻ്റെ കണ്ണുകൾ മങ്ങി, കരഞ്ഞു കരഞ്ഞെൻ്റെ കണ്ണുകൾ മങ്ങി. ശവക്കുഴിയുടെ കുരുക്കുകൾ എന്നെ ചുറ്റിയിരിക്കുന്നു. കുരുക്കുകൾ, ശവക്കുഴിയുടെ കുരുക്കുകൾ എന്നെ ചുറ്റിയിരിക്കുന്നു. ദൈവമേ, പറന്നു പറന്നു പോയി വിശ്രമിക്കുവാൻ മാടപ്രാവിൻ്റെ ചിറകുകൾ എനിക്ക് ഉണ്ടാ
എത്താത്ത വനങ്ങളിൽ പോയി ഞാൻ തലതല്ലി കരയുമായിരുന്നു. കർത്താവേ, ഏകാശ്വാസം അവിടുത്തെ സങ്കീർത്തനമാണ്. അവിടുന്ന് എൻ്റെ കണ്ണുനീർ തുള്ളികൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എൻ്റെ അലച്ചിലുകൾ 1-ാം ക്ലാസ്സിലെ കുഞ്ഞെണ്ണുന്നത് പോലെ നിഷ്കളങ്കമായി എണ്ണിയിട്ടുണ്ട്. എൻ്റെ പിടച്ചിലുകൾ നിനക്കറിയാം. ഞാൻ ഒറ്റയ്ക്ക് വിതുമ്പിയ നിമിഷങ്ങൾ എത്രയെന്ന് നിനക്കറിയാം. എൻ്റെ കണ്ണുനീര് കുറുകി 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 തൈലം പോലായത് നിനക്കറിയാം. അപ്പാ പിതാവേ, യേശുനാ കർത്താവേ, പരിശുദ്ധ റൂഹയെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ആരാധിക്കുന്നു കർത്താവെ, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന്റെ സാന്നിധ്യമേ, എന്നിലേക്ക് പ്രാവ് പോലെ പറന്നു വരണമേ, മേഘം പോലെ തണുവരണമേ, ദീപസ്തംഭം പോലെ എന്നെ ഒന്ന് തൊടണമേ, ആകാശദീപം പോലെ എൻ്റെ കൂടെ വരണമേ, എന്നിൽ നിന്ന് മുഖം മറക്കരുതേ, തളർന്നിരിക്കുന്ന എന്നെ ഒന്ന് കൈതാങ്ങി ഉയർത്തണമേ. നിന്റെ സാന്നിധ്യത്തിനൊന്നും അസാധ്യമല്ലല്ലോ. ഓ പിതാവേ, പിതാവേ, യേശുനാമത്തിൽ ആരാധിക്കുന്നു. പരിശുദ്ധ റൂഹയെ നൽകണമേ. എല്ലാം മറന്ന് പാടി ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകം 30-ാം അധ്യായം 20-ാം വാക്യം. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തകർന്നു കുത്തി തിരിഞ്ഞു നോക്കുമ്പം നിന്റെ കാതിലൊരു ശബ്ദം കേൾക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. യെശയ്യായിലൂടെ ദൈവം തരുന്ന വാഗ്ദാനമാണ്. കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും ദൈവം തന്നാലും, അത് കുടിക്കേണ്ടി വന്നാലും, തകർന്ന് കിടക്കേണ്ടി വന്നാലും, നിന്റെ ഗുരു പരമമായി മുഖം മറക്കില്ല. നിന്റെ കാതിൽ ദൈവശബ്ദം നീ കേൾക്കും. ദൈവത്തിൻ്റെ ഉറപ്പ് ആരാധകന് കൊടുക്കുന്ന ഉറപ്പാ, മറിയാമിൻ്റെ കുഞ്ഞിന് കൊടുക്കുന്ന ഉറപ്പാ. നിന്റെ കാതിൽ ദൈവസ്വരം കേൾക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേലെ വരും, അത്യുന്നതൻ നിന്റെ കുരുക്കഴിക്കുമെന്നൊരു സ്വരം കേൾക്കും വരെ വീണടത്തുനിന്ന് എഴുന്നേൽക്കരുത്. യാക്കോബ്, പൊന്നു യാക്കോബ് പറഞ്ഞില്ലേ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടില്ല. അനുഗ്രഹത്തിൻ്റെ ഗോവണിയിൽ കെട്ടിപ്പിടിച്ചാരാധിക്കാം. പ്രിയപ്പെട്ടവരെ, യാക്കോബ് കണ്ട ഈ ഗോവണി ആരാ? സഭാവ്യാഖ്യാനങ്ങൾ പറയും, സഭാപിതാക്കന്മാർ പറയുന്നു, യാക്കോബ് കണ്ട മണ്ണിനെയും മിണ്ണിനെയും തൊടുന്ന ആകാശത്തെയും ഭൂമിയെയും മുട്ടി നിന്ന് യാക്കോബിനെ സ്വർഗത്തിലെത്തിച്ച ഗോവണി മറിയമെന്ന കൃപയുടെ ഗോവണിയാണ്. മറിയത്തോടൊപ്പം നമുക്ക് ആരാധിക്കാം. കണ്ണുകൾ അടച്ചു പിടിക്കാം, കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം മറിയമെന്ന ഗോവണിയിലൂടെ ഇറങ്ങി വരട്ടെ. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. പ്രിയപ്പെട്ടവരെ, കണ്ണുകൾ അടച്ചു പിടിക്കാം. കണ്ണിനാനന്ദം, എൻ്റെ ഉള്ളിലാനന്ദം, മേരി അമ്മയോടൊപ്പം നിന്നാൽ എന്തോരാനന്ദം. അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗം താണിറങ്ങുന്നു, സൗഖ്യം പൂത്തിറങ്ങുന്നു. കണ്ണിനാനന്ദം, എൻ്റെ ഉള്ളിലാനന്ദം, മേരി അമ്മയോടൊപ്പം നിന്നാൽ എന്തോരാനന്ദം. കണ്ണിനാനന്ദം, എൻ്റെ ഉള്ളിലാനന്ദം, മേരി അമ്മയോടൊപ്പം നിന്നാൽ എന്തോരാനന്ദം. അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗം താണിറങ്ങുന്നു, സൗഖ്യം പൂത്തിറങ്ങുന്നു. അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗം താണിറങ്ങുന്നു, സൗഖ്യം പൂത്തിറങ്ങുന്നു. അമ്മേ അമ്മേ തായേ, അമ്മയ്ക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ, അമ്മയ്ക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ, അമ്മയ്ക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. തുടർന്ന് പാടാം. മാരകമാം മുറിവുകളിൽ ആരാധിക്കുമ്പം മറിയത്തിന്റെ പ്രിയ മകൻ എൻ്റെ കണ്ണീർ മായ്ക്കുന്നു.
കുറവുകളെ നിറവുകളാക്കുന്ന ദൈവകൃപ മറിയാമിൽ എന്നവണ്ണം എഴുന്നള്ളി വരുന്ന ആരാധനയുടെ സമയമാണിത്. പ്രായം വർദ്ധിച്ചവരുണ്ട്, പ്രായാധിക്യമുള്ളവരുണ്ട്, ചാഞ്ഞിരുന്ന് ഭാര്യയുടെ കയ്യിൽ താങ്ങിയിരുന്ന് കാണുന്നവർ, ശുശ്രൂഷ കൂടുന്നവരുണ്ട്, തോളത്ത് കൈയിട്ടുകൊണ്ട്, പ്രിയപ്പെട്ടവരുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് ശുശ്രൂഷ കൂടുന്നവരുണ്ട്. എല്ലാവരുടെ മേലെ കർത്താവിന്റെ മഹത്വം പറഞ്ഞിട്ട് മറിയത്തിന്റെ പ്രിയ മകനെ ആരാധിക്കാം. മാരകമാമുറിവുകളിൽ ആരാധിക്കുമ്പോൾ മനസ്സിൻ്റെ ഭാരങ്ങൾ അകലത്തലിയുന്നു. മാരകമാമുറിവുകളിൽ ആരാധിക്കുമ്പോൾ മനസ്സിൻ്റെ ഭാരങ്ങൾ അകലത്തലിയുന്നു. കണ്ണിനാനന്ദം എൻ്റെ ഉള്ളിലാനന്ദം, മേരിയമ്മയോടൊപ്പം നിന്നാലെന്തോരാനന്ദം. അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗം കാണിറങ്ങുന്നു, സൗഖ്യം പൂത്തിറങ്ങുന്നു. അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും. സന്തോഷത്തോടെ രോഗക്കിടക്കിയിൽ കർത്താവിന്റെ ശക്തി വരട്ടെ. ഞങ്ങൾക്കാവില്ല, യേശുവിനെ സാധിക്കും. മറിയത്തിന്റെ മകനെ നിങ്ങളെ തൊടാൻ സാധിക്കും. കരങ്ങൾ അടിച്ചു പാടാം. അമ്മേ അമ്മേ തായേ, അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. എല്ലാവരും ചേരട്ടെ. അമ്മേ അമ്മേ തായേ എല്ലാവരും ചേരട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒന്നാമത്തെ ദിവസത്തെ ധ്യാനം കർത്താവിന് കൊടുക്കാം. ദൈവത്തിന്റെ കൃപ നിന്നിൽ നിറയട്ടെ. ദൈവസ്വരം നീ കേൾക്കും. ദൈവത്തിന്റെ മുമ്പിൽ തലകുനിച്ച് പഠിക്കുക. ആമേൻ 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 ആമേൻ. ദൈവശക്തി നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ഒന്നാം ദിവസത്തെ ധ്യാനത്തിന്റെ മേലെ ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, ഇനിയുള്ള 3 ദിവസങ്ങൾ ഹൃദയം തുറന്ന് അമ്മയോടൊപ്പം ധ്യാനിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, പഠിപ്പിക്കണമേ കർത്താവേ. അസലമുള്ളവരെ, കരങ്ങൾ രണ്ടും നെഞ്ചിൽ വെക്കാം. ദൈവസ്വരം കാതുകളിൽ കേൾക്കുന്ന നവമൊരഭിഷേകം, അമ്മ വഴിയായി നാം പ്രാപിക്കട്ടെ. അമ്മ വഴിയായി നാം പ്രാപിക്കട്ടെ. സഹോദരങ്ങളെ, നമുക്ക് മുട്ടുകുത്തി, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് കഴിയുമെങ്കിൽ മുട്ടുകുത്തി നിന്ന് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.